ഗൈസ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജാഫറിന്റെ അച്ഛനും സീക്രട്ട് ഏജന്റും തമ്മിൽ നടത്തിയ ഒരു ഫോൺ കോൺവെർസേഷന്റെ പ്രൂഫ് പുറത്തു വന്നിരുന്നു. ആ ഒരു ഫോൺ കോൺവെർസേഷൻ നടന്നത് സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു ഫോൺ കോൺവെർസേഷൻ ആണ്. അതിനകത്ത് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിനെ കുറിച്ചും പിന്നെ ഗബ്രിയെ കുറിച്ചൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ ജാസ്മിന്റെ അച്ഛൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ കോൺവെർസേഷൻ ഒക്കെ കഴിഞ്ഞ് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്ന സമയത്ത് നമ്മൾ പ്രേക്ഷകർക്കെല്ലാം പൊതുവായിട്ട് തോന്നിയ ഒരു സംശയമാണ്, സീക്രട്ട് ഏജന്റ് യഥാർത്ഥത്തിൽ സീക്രട്ട് ഏജന്റ് ആണോ അതോ ജാസ്മിൻ ഏജന്റ് ആണോ എന്ന്. ആ സംശയത്തിന് കാരണമുണ്ട്. കാരണം ചെന്ന് കയറിയ ഉടനെ തന്നെ വെളിയിൽ നടക്കുന്ന സകലമാന കാര്യവും ജാസ്മിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് വിളമ്പി വെച്ചു സീക്രട്ട് ഏജന്റ്. വെളിയിൽ നടക്കുന്ന റെസ്പോൺസും വളരെ നെഗറ്റീവ് ആണെന്നുള്ള കാര്യവും അഫ്സൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന കാര്യവും എല്ലാ കാര്യവും ഡീറ്റെയിൽ സഹിതം എന്ത് ചെയ്തു, ജാസ്മിന്റെ മുമ്പിൽ ബിഗ് ബോസ് ഹൗസിൽ നിരത്തി വെച്ചു സീക്രട്ട് ഏജന്റ്. ആ ഒരു സമയത്താണ് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഇമേജ് എവിടെ ക്രിയേറ്റ് ആകുന്നത്, പുറത്ത് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ക്രിയേറ്റ് ആകുന്നത്. അതിനുശേഷം സീക്രട്ട് ഏജന്റിന് അത്ര വലിയ ഇച്ചിരി സിമ്പിൾ ആയിട്ട് കൂളായിട്ട് കാമായിട്ട് ഇരിക്കുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ഒന്നും വെളിയിലില്ല. പക്ഷെ ഈ ഒരു കാരണമാണ് അന്നും ഇന്നും സീക്രട്ട് ഏജന്റിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കാര്യവും ജാസ്മിനോട് സീക്രട്ട് ഏജന്റ് പറയുന്നിടം വരെ ബിഗ് ബോസും മൗനം പാലിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നിട്ട് എല്ലാ കാര്യവും ജാസ്മിൻ അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് സീക്രട്ട് ഏജന്റിനെ സായി കൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. എന്തിന്? എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞിട്ടോ. നമുക്കറിയാം, ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ സമയം മുതൽ ഏറ്റവും കൂടുതൽ ഹിന്റ് കിട്ടിയ മത്സരാർത്ഥി ജാസ്മിനാണ്. മറ്റു മത്സരാർത്ഥികൾക്ക് കിട്ടിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചെറിയ രീതിയിൽ വൈൽഡ് കാർഡുകളൊക്കെ വന്നപ്പോൾ അങ്ങും ഇങ്ങും തൊടാതെ ചെറിയ ചെറിയ ഹിന്റുകളൊക്കെ കിട്ടിയത് ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽക്കേ ജാസ്മിന് ഹിന്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡീറ്റെയിൽസ് സഹിതം. ജാസ്മിൻ പല സമയത്തും വെളിയിൽ നടക്കുന്ന റെസ്പോൺസ് ഇതല്ലേ എന്ന് അറിയാതെ വായിൽ നിന്ന് വരുന്ന സമയത്ത് അപ്പോഴാണ് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത്, ഓ ഇവർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം, എങ്ങനെ അറിയാതിരിക്കും. കാരണം നമ്മളോട് പോലും കാണിക്കാതെ ജാസ്മിനോട് ബിഗ് ബോസ് തന്നെ ഇത് പറഞ്ഞു ഉള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇത്രയധികം ഡീറ്റെയിൽസ് ജാസ്മിൻ എങ്ങനെ അറിയാനാണ്? ആദ്യം അച്ഛനെ കൊണ്ട് വിളിപ്പിച്ചു പറഞ്ഞു, പിന്നെ സീക്രട്ട് ഏജന്റ് പറയുന്നു. അതുകൂടാതെ തന്നെ പല രീതിയിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ ജാസ്മിൻ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിനനുസരിച്ച് ജാസ്മിന്റെ ഗെയിം ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കറിയാം, ജാസ്മിൻ ഗബ്രി കോംബോ അത് ഭയങ്കരധികം നെഗറ്റീവായിട്ട് പുറത്തു വന്നൊരു കോംബോയാണ്. ആ കോംബോ പോലും പ്രീ പ്ലാൻഡ് ആണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ആയിരിക്കണം. അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറിയ രണ്ടാമത്തെ ദിവസം തന്നെ അവിടെ ഒരു കോംബോ സൃഷ്ടിക്കപ്പെടുന്നു. ആ കോംബോ വെളിയിൽ വളരെയധികം നെഗറ്റീവ് ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഭയങ്കര ഓഡിയൻസ് റെസ്പോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അത് തുടർന്നു പോകുന്നു. ഇത് 50 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അതിനകത്തെ ഗബ്രിയെ പുറത്തു വിടുന്നു. ഗബ്രി അവിടെ നിൽക്കാൻ കഴിവുള്ളൊരു മത്സരാർത്ഥി ആയിരുന്നിട്ട് പോലും ഗബ്രിയെ പുറത്തു വിടുന്നു. സത്യത്തിൽ ഈ കോണ്ടന്റ് എല്ലാം ഇവര് ഒരു ഡ്രാമ പോലെ മുൻകൂട്ടിൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് രണ്ട് കരുക്കളാക്കി ജാസ്മിനെയും ഗബ്രിയെ മാറ്റിയതാകാം. ഇപ്പൊ ജാസ്മിന്റെ ഗെയിം കണ്ടിട്ട് ഭയങ്കര കുറെ PR ടീംസ് ഒക്കെ വന്നിട്ടുണ്ട് ജാസ്മിനെ ടോപ്പ് 5 എന്തായാലും ജാസ്മിൻ എത്തും. ജാസ്മിനെ നമ്മുടെ ഫൈനൽ കപ്പൊക്കെ നേടാൻ വേണ്ടി കുറെ PR ടീം പറയുന്നുണ്ട് ജാസ്മിൻ ഭയങ്കര കോണ്ടന്റ് ക്യൂനാണ്, ഒത്തിരി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജാസ്മിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കോണ്ടന്റ് എല്ലാം ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നതാണെന്നാണ് എന്റെ ഒരു തോന്നൽ. അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരാൾക്ക് ഇത്രയും ഹിന്റ് കൊടുക്കുമോ? ആ ഹിന്റിനനുസരിച്ച് ഗെയിം ഷേപ്പ് ചെയ്യുമോ ഒരാള്? ഇനി ജാസ്മിന്റെ അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നപ്പോൾ ഒരു വലിയൊരു പാണ്ട, ആ ഒരു സ്റ്റഫ് ടോയ് കൊണ്ടാണ് വന്നത്. ആ ഒരു സാധനം അഫ്സൽ കൊടുത്തതാണ് എന്ന് പറഞ്ഞാണ് ജാസ്മിന്റെ കയ്യിൽ കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെയും അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അതിലേക്ക് വലിച്ചഴിച്ചു. നമുക്കറിയാം, ആദ്യമേ ജാസ്മിൻ പല രീതിയിൽ ആ ചെറുക്കന്റെ പേര് വലിച്ചഴിച്ച് ആ ചെറുക്കൻ ഇൻസ്റ്റാഗ്രാമിൽ കുറെ റെസ്പോൺസ് ഒക്കെ ഇട്ടായിരുന്നു. ഇനി ജാസ്മിനുമായിട്ട് യാതൊരു രീതിയിലും റിലേഷൻ ഇല്ല, ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ റെസ്പോൺസ് ഇട്ടിരുന്നു. പിന്നെയും അഫ്സലിന്റെ പേര് വന്നപ്പോൾ നമ്മൾ പ്രേക്ഷകർ പോലും ആലോചിച്ചു, ഈ ചെറുക്കിന് വേറെ പണിയൊന്നുമില്ലേ, അവന് ഫെയിം മതിയായിരിക്കും, അതാ പിന്നെ ഇവിടെ പുറകെ വന്നത് എന്നുള്ളത്. സത്യത്തിൽ അതിന് റെസ്പോൺസ് ആയിട്ട് പുള്ളിക്കാരൻ പിന്നെയും ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു റെസ്പോൺസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോയ് ഒക്കെ അയച്ചു കൊടുത്തത് ബിഗ് ബോസ് ഹൗസ് അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങുന്നതിന് മുമ്പാണ്. തുടങ്ങിയ സമയത്ത് ജാസ്മിൻ ചെന്ന് ആ ഒരു മത്സരാർത്ഥിയായിട്ട് മത്സരിക്കാൻ കയറിയ സമയത്ത് അയച്ചു കൊടുത്ത സാധനമാണ് ഇതൊക്കെ. പക്ഷെ എന്തോ കാരണങ്ങളാൽ, എന്താണെന്ന് അറിയത്തില്ല, ബിഗ് ബോസ് തന്നെ ഇത് ജാസ്മിന്റെ അടുത്ത് കൊടുത്തില്ല. അതെന്ത് കാരണമെന്ന് നമുക്കറിയാം. കാരണം ജാസ്മിൻ ഗബ്രി കോംബോ രണ്ടാമത്തെ ദിവസം തന്നെ ഉണ്ടായതാണ്. ആ ഒരു സമയത്ത് ഈ അഫ്സൽ കൊടുത്തുവിട്ട സാധനം ജാസ്മിന്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസിന്റെ ടീമിന് അറിയാം. ഇപ്പൊ ഗബ്രി പോയ സമയത്ത് എന്നോ ഒരു കാലത്ത് ഏതോ സമയത്ത് തുടക്കത്തിൽ അയച്ചു കൊടുത്ത ആ സാധനം എടുത്തു കൊടുത്തു വിട്ടേക്കുന്നു ജാസ്മിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി. നല്ല അപാര ബുദ്ധിയൊക്കെയാണ്.
ആ ചെറുക്കൻ അന്നേരം അയച്ചു കൊടുത്ത പല സാധനങ്ങളും ജാസ്മിന്റെ കയ്യിൽ മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാണെന്നാണ് പുള്ളി പറയുന്നത്. അതായിരിക്കണം, മനഃപൂർവ്വം കൊടുക്കാതിരുന്നതായിരിക്കും. കാരണം അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കളിച്ചതായിരിക്കും. ഇപ്പോൾ ജാസ്മിൻ ഡൗൺ ആകുന്നു എന്ന് കണ്ടപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ആ ടോയ് കൊടുത്തു വിട്ടതാകാം, അഫ്സൽ കൊടുത്തു വിട്ടതാണെന്നുള്ള രീതിയിൽ. കാരണം ആ ഒരു രീതിയിൽ വെളിയിൽ ആൾ കാത്തിരിപ്പുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ കളിച്ചു വരട്ടെ എന്ന് വിചാരിച്ചതാകാം. ഏതായാലും അപാര ബുദ്ധിയും അപാര പ്രീ പ്ലാനിങ്ങുമാണ്, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ജാസ്മിൻ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണവശാലും ജാസ്മിൻ ബിഗ് ബോസ് സീസൺ 6ന്റെ കപ്പ് അടിക്കാൻ അല്ലെങ്കിൽ ടൈറ്റിൽ വിന്നറാകാൻ യോഗ്യതയില്ലാത്തൊരു മത്സരാർത്ഥിയാണ്. എത്ര കോണ്ടന്റ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ കൂട്ടല്ല, ബാക്കിയുള്ള മത്സരാർത്ഥികൾ അവിടെ കഷ്ടപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത്രയധികം റെസ്പോൺസും ഹിന്റുകളും കിട്ടി, ഹെൽപ്പും കിട്ടി, ഒരുമാതിരി ബിഗ് ബോസിന്റെ പെറ്റ് പോലെ അവിടെ തുടർന്നു പോകുന്ന ജാസ്മിൻ ഏത് രീതിയിലാണ് കപ്പടിക്കാൻ യോഗ്യത എന്ന് എനിക്കറിയത്തില്ല.